ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ XAUSD ഗോൾഡിന്റെ ഒരു അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം ഇന്ത്യൻ ടൈം ഒരു 3 PM വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. അപ്പം ഇന്ന് ജൂലൈ 15th ആണ്. ഇന്നത്തെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് വന്നിരിക്കുന്നത് സെൽ ട്രെൻഡ് ആണ്. ഇന്നലെ ഈവനിങ് ഗോൾഡ് ബൈയിലേക്ക് മാറിയിരുന്നു. 4100 103 ലെവലിലേക്ക് മാർക്കറ്റ് ന്യൂസിന്റെ ഒരു ഇമ്പാക്റ്റോടുകൂടി മുകളിലേക്ക് പോയിരുന്നു. അവിടെ നിന്ന് വലിയൊരു റിജക്ഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് 4062 63 റേഞ്ച് ആണ്. അവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. 4017 18 റേഞ്ച് വരെയാണ് ഇന്ന് മാർക്കറ്റ് ഡൗൺ ആയിട്ട് ഉള്ളത്. അപ്പൊ ഇന്ന് കൂടുതലും ഒരു സെല്ലിലേക്കുള്ള ഒരു ചാൻസസ് ആണ് വളരെയധികം കൂടുതലായിട്ടുണ്ട്. അതായത് ബൈ വന്നിട്ടുണ്ടെങ്കിൽ പോലും വളരെ വേഗത്തിൽ തന്നെ ഗോൾഡ് സെല്ലിലേക്ക് പോകാനുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു കറന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ്. അതായത് 4017 20 റേഞ്ചിൽ നിന്ന് ബൈയിലേക്കും അതുപോലെ തന്നെ 4036 34 റേഞ്ചിൽ നിന്ന് താഴേക്കും, അതായത് റെസിസ്റ്റൻസ് എടുത്തിട്ട് സെല്ലിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡ് വൈസ് മൂവ്മെന്റ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4028 മുതൽ 4036 റേഞ്ച് ആണ്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലവിലത്തെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4017 മുതൽ 4022 റേഞ്ച് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ. ഈ സപ്പോർട്ട് ഏരിയയും അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയയും വളരെ ഈസിലി ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇന്ന് നമുക്ക് 4036 അല്ലെങ്കിൽ 4042നെ ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വീണ്ടും 4048 4056 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 4056നെ ബ്രേക്ക് ചെയ്താൽ 4062 അതുപോലെ തന്നെ 4074 ലെവലുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഏരിയകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ്. അവിടെ നിന്നൊക്കെ സെല്ല് പ്ലേസ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ നിലവിൽ 4017 മുതൽ 4022 വരെയാണ്. അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ഏരിയ വരുന്നത് 4000 മുതൽ 4012 വരെയൊക്കെയുള്ള റേഞ്ചുകളാണ്. പ്രത്യേകിച്ച് 4000 മുതൽ 4008 റേഞ്ചുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ്. അവിടെയൊക്കെ ബൈ പ്ലേസ് ചെയ്താൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. 4000നെ ബ്രേക്ക് ചെയ്താൽ വീണ്ടും 3993 അതുപോലെ തന്നെ 3983 റേഞ്ചിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഏരിയകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ്. അവിടെയൊക്കെ നമുക്ക് ബൈ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. 3983ലെ ബ്രേക്ക് ചെയ്താൽ വീണ്ടും 3968 3975 ലെവലുകളിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അപ്പം ഇന്നത്തെ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ സെൽ ആയതുകൊണ്ട് തന്നെ കൂടുതലും സേഫ് ആയിട്ടുള്ള നമുക്ക് ട്രേഡ്സ് എന്ന് പറയുന്നത് സെൽ ട്രേഡുകൾ തന്നെയാണ്. പക്ഷെ ഓരോ സമയത്തും മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഒക്കെ മാറുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് ചാർട്ട് ഒക്കെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.